നമസ്കാരം. ചെറിയൊരിടവേളയ്ക്ക് ശേഷം ലോഗോസ് ക്വിസിൻ്റെ ഭാഗങ്ങളുമായി ഞാൻ വന്നിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ. 2025 തിരുസഭ വചനവർഷമായി ആചരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരുവചന ഭാഗം വായിച്ച് ചോദ്യോത്തരത്തിലേക്ക് കടക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഗിലെയാദുകാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല. നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നു. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. അവർ ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞു, നീ ഞങ്ങളോടുകൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ജെഫ്ത അവരോട് പറഞ്ഞു, അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എന്നിൽ ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും, തീർച്ച. അവൻ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി. ജനം അവനെ നേതാവായി സ്വീകരിച്ചു. മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചു. ഒന്നാമത്തെ ചോദ്യം, ജെഫ്തയുടെ പിതാവ് ആരാണ്? ഉത്തരം ഗിലെയാദ്. രണ്ടാമത്തെ ചോദ്യം, വേശ്യാപുത്രനെന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജെഫ്തായെ. മൂന്നാമത്തെ ചോദ്യം, ജെഫ്തായെ ആരാണ് പുറംതള്ളിയത്? ഉത്തരം ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ, അതായത് സഹോദരന്മാർ. നാലാമത്തെ ചോദ്യം, തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയ ജെഫ്ത എവിടെയാണ് താമസിച്ചത്? ഉത്തരം തോബ് എന്ന സ്ഥലത്ത്. അഞ്ചാമത്തെ ചോദ്യം, ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ തോബ് ദേശത്ത് പോയത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതിനാൽ. ആറാമത്തെ ചോദ്യം, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു. ഏഴാമത്തെ ചോദ്യം, അമ്മോന്യരിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത് ആര്? ഉത്തരം ജെഫ്ത. എട്ടാമത്തെ ചോദ്യം, ആരാണ് ജെഫ്തായെ നേതാവായി സ്വീകരിച്ചത്? ഉത്തരം ഗിലെയാദിലെ ജനം. ഒൻപതാമത്തെ ചോദ്യം, ജെഫ്ത എവിടെ വെച്ചാണ് ജനങ്ങളോട് സംസാരിച്ചത്? ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ വച്ച്. പത്താമത്തെ ചോദ്യം, ജെഫ്ത ഏത് ദേശക്കാരനായിരുന്നു? ഉത്തരം ഗിലെയാദ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.